മിക്ക യു എക്സ് കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂവിൽ ഫെയിൽ ആകുന്നത് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഈ നിമിഷം ആ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവാം. നോബഡി കെയർസ് അബൌട്ട് യുവർ ഫിഗ്മ സ്ക്രീൻസ്. നിങ്ങൾ മാസങ്ങളോളം നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തു, എല്ലാ ട്യൂട്ടോറിയലുകളും വാച്ച് ചെയ്തു, കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ ആൻസേഴ്സ് എല്ലാം പ്രാക്ടീസും ചെയ്തു. പക്ഷെ ആരും നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. മിക്ക യു എക്സ് കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂവിൽ ഫെയിൽ ആകുന്നത് അവരുടെ സ്കില്ല് കുറവായതുകൊണ്ടല്ല, അവരുടെ പോർട്ട്ഫോളിയോ മോശമായതുകൊണ്ടുമല്ല, അവർ പരാജയപ്പെടുന്നത് ഒരേ ഒരു റീസൺ കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഈ നിമിഷം ആ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവാം. 45-ലധികം ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ടീംസ് ബിൽഡ് ആൻഡ് സ്കെയിൽഡ് അപ്പ് ഫ്രം ദ ടൗൺ. ഹിയർ ഇസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ടേബിൾ. ഹയർ ചെയ്യപ്പെടുന്നവരും റിജക്റ്റ് ചെയ്യപ്പെടുന്ന 80% ആളുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നോബഡി കെയർസ് അബൌട്ട് യുവർ ഫിഗ്മ സ്ക്രീൻസ്. നിങ്ങൾ ഒരു യു എക്സ് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആരും തന്നെ നിങ്ങളുടെ ഡിസൈൻസിൻ്റെ കളേഴ്സ് നോക്കിയിരിക്കില്ല. മിക്ക ഇൻ്റർവ്യൂസും നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് അഡ്മയർ ചെയ്തിരിക്കുകയില്ല. നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾ എത്ര ടൂൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആരും കൗണ്ട് ചെയ്യാറില്ല. കാരണം മേൽപ്പറഞ്ഞതെല്ലാം ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുഴുവൻ സമയം ഒരു ഇൻ്റർവ്യൂവറുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: നാളെ ഞാൻ ഇയാൾക്ക് വളരെ മെസ്സി ആൻഡ് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിയൽ വേൾഡ് പ്രോബ്ലം കൊടുത്താൽ അത് ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് സാധിക്കുമോ? കാരണം അതാണ് യഥാർത്ഥ ജോബ്. പോളിഷ്ഡ് സ്ക്രീൻസ് ഉണ്ടാക്കുകയോ എസ്തെറ്റിക്സ് ചോയ്സ് നടക്കുകയോ ഡ്രിബിൾ വർത്തി പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയോ അല്ല. കാര്യമായ വ്യക്തതയില്ലാത്ത കെയോട്ടിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനം. ഇതിനർത്ഥം മേൽപ്പറഞ്ഞതൊന്നും വേണ്ട എന്നല്ല കേട്ടോ. ഒരു ക്യാബ് സർവീസ് എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് മിക്ക കാൻഡിഡേറ്റ്സും റിയൽ ടൈമിൽ പതറിപ്പോകുന്നത്. ദ പാനിക് സ്പൈറൽ. ഇവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അവരുടെ ഐസ് ഷിഫ്റ്റ് ആവുന്നു, കാൻഡിഡേറ്റ്സ് വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു, അവർ നേരത്തെ സ്ക്രീനിലേക്ക് ജമ്പ് ചെയ്യുന്നു, ഹോംസ്, കാറ്റഗറീസ്, അങ്ങനെ എല്ലാം സർഫസ് ലെവലിൽ സംസാരിക്കുന്നു. എന്നാൽ ഇതിലൊന്നും തിങ്കിങ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ അതല്ലേ യു എക്സ് ഡിസൈൻ എന്ന്, സ്ക്രീനുകൾ ഡിസൈൻ ചെയ്യുന്നതല്ലേ എന്ന്. യഥാർത്ഥത്തിൽ ഇതാണ് ഒരു ട്രാപ്പ്. ഒരു യു എക്സ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം കാര്യം നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഹൗ യു തിങ്ക് എന്ന് കാണിക്കുന്നതിന് മുന്നേ എന്ത് ഡിസൈൻ ചെയ്തു, വാട്ട് യു ഡിസൈൻ എന്നത് കാണിക്കുന്നതാണ്. ഏതൊരു ഡീസൻറ്റ് ഡിസൈനർക്കും ഒരു സ്ക്രീൻ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ ഒരു ഹയറിംഗ് ടീമിന് ടീച്ച് ചെയ്യാൻ പറ്റാത്ത, എല്ലാവരും നോക്കുന്ന ഒരു കാര്യമുണ്ട്: സ്ട്രക്ചേർഡ് തിങ്കിങ് അണ്ടർ പ്രഷർ. ഇതിനെയാണ് ദ പാനിക് സ്പൈറൽ എന്ന് ഞാൻ വിളിക്കുന്നത്. നിശബ്ദതയെ ഭയന്നിട്ട് സർഫസ് ലെവലിൽ ആൻസേഴ്സ് നൽകുന്നതോടെ ആദ്യത്തെ 90 സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ചാൻസ് നിങ്ങൾ നശിപ്പിക്കുകയാണ്. നൗ 5 വേർഡ്സ് ദാറ്റ് ചേഞ്ച് എവറിത്തിങ്. മറ്റുള്ളവരിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പോസ് എന്നിട്ട് ഉറക്കെ പറയാം, ലെറ്റ് മീ തിങ്ക് ഫോർ എ മൊമെൻറ്റ്. അത്രമാത്രം. ഈ 5 വേർഡ്സ് ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ആ ഒരു പോസ് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വലിയൊരു സിഗ്നൽ നൽകുന്നുണ്ട്. പ്രഷറിൽ നിങ്ങൾ പാനിക് ആകുന്നില്ല എന്നിത് കാണിക്കുന്നു. കാര്യങ്ങൾ സ്ലോ ഡൗൺ ആയി ചെയ്യാൻ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. സൈലൻസിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രോബ്ലംസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്നു. ആ പോസ് ഇല്ലാതെ റഷ് ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ജഡ്ജ്മെൻറ്റിനേക്കാൾ ലൗഡർ ആണ് അവരുടെ ആങ്സൈറ്റി എന്നാണ്. നിങ്ങൾ ആ കാൻഡിഡേറ്റ് ആകരുത്, ദ ഡിസിഷൻ ചെയിൻ. ആ പോസിന് ശേഷം ഇൻ്റർവ്യൂവർ കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്ട്രക്ചേഴ്സ് കാണാനാണ്. അതിനായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതിനെ ഞാൻ ഡിസിഷൻ ചെയിൻ എന്നാണ് വിളിക്കാറ്. ഹിയർ ഇസ് വാട്ട് ഇറ്റ് സൗണ്ട് ലൈക്ക് ഇൻ പ്രാക്ടീസ്. ഇതാർക്ക് വേണ്ടിയാണ്? അവർ റഷിലാണോ? ഇതൊരു ഡെയിലി ഹാബിറ്റ് ആണോ? അല്ലെങ്കിൽ ഡെയിലി റുട്ടീനാണോ? വൺ ടൈം തിങ് ആണോ? യാഥാർത്ഥ്യത്തിൽ നമ്മളിവിടെ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്? തുടർന്ന് ഞാനിവിടെ 2 ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് സ്പീഡിന് പ്രയോറിറ്റി നൽകുന്നു, മറ്റത് ഡിസ്കവറിക്ക് പ്രയോറിറ്റി നൽകുന്നു. ഇതിലേതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? സ്പീഡിനാണോ മുൻഗണന കൊടുക്കേണ്ടത്? അതുകൊണ്ട് സെക്കൻഡറി നാവിഗേഷൻസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്യണോ? ഒരു ആക്ഷൻ മാത്രം ആക്കിയിട്ട് ക്ലിയർ ഫോക്കസ് കൊടുക്കണോ? അവസാനം ആ ചേഞ്ചിന് ശേഷം യൂസേഴ്സ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ
സംസാരിക്കണം. പ്രത്യേകിച്ച് അനൗൺസ്മെൻറ്റുകളൊന്നുമില്ലാതെ ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് വളരെ ക്ലീനായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു കാൻഡിഡേറ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ റൂമിലെ എനർജി തന്നെ മാറും. അവർ വെറും ഒരു ഡിസൈനർ എന്ന നിലയിലല്ല സംസാരിക്കുന്നത്, മറിച്ച് ഒരു ടീമിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അവർ മാറുന്നു. ബിസിനസ്സും പ്രോബ്ലംസും മനസ്സിലാകുന്ന ഒരാളായിട്ട് അവർ മാറുന്നു. വാട്ട് വീക്ക് വേഴ്സസ് സ്ട്രോങ് സൗണ്ട്സ് ലൈക്ക്. ഹിയർസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ലുക്ക് ലൈക്ക് ഇൻ പ്രാക്ടീസ്. ക്വസ്റ്റ്യൻ: ടെൽ മീ അബൌട്ട് എ പ്രൊജക്ട്. ഒരു വീക്ക് കാൻഡിഡേറ്റ് പറയുന്നത്, ഞാൻ ആപ്പ് ഡിസൈൻ ചെയ്തു, UI ഇമ്പ്രൂവ് ചെയ്തു, കളർ അങ്ങോട്ട് മാറ്റി, സ്പേസ് ഇങ്ങോട്ട് മാറ്റി. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇൻ്റർവ്യൂക്ക് ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എന്നാൽ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് പറയുന്നത്, യൂസേഴ്സിന് പേയ്മെൻറ്റ് ബട്ടൺ കണ്ടെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ഒരേ സ്ക്രീനിൽ ഒത്തിരി കോമ്പീറ്റിംഗ് ആക്ഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ ഓപ്ഷനുകൾ കട്ട് ഡൗൺ ചെയ്ത് പാത്ത് അൺമിസ്റ്റേക്കബിളി ക്ലിയർ ആക്കി, ടാസ്ക് കംപ്ലീഷൻ അതുകൊണ്ട് കൂടി. വ്യത്യാസം മനസ്സിലായോ? ആദ്യത്തെ ആൾ എന്ത് ബിൽഡ് ചെയ്തു എന്ന് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആൾ ഒരു ഡിസിഷൻ എന്തുകൊണ്ട് എടുത്തു എന്ന്, അതുകൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വിവരിക്കുന്നതിൽ നിന്നും വിശദീകരിക്കുന്നതിൽ, അതായത് ഡിസ്ക്രൈബിങ് ടു എക്സ്പ്ലെയിൻ മാറുന്ന ഈ മാറ്റമാണ് ജോലി കിട്ടുന്നവരും റിജക്റ്റ് ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെ ഞാൻ വിളിക്കുന്നതാണ് ദ ഡിസിഷൻ വോയിസ്. ദ 4 ways ടു കിൽ യുവർ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ നശിപ്പിക്കുന്ന 4 പാറ്റേണുകൾ ഇവയാണ്. 1. വിഷ്വൽസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്, അതായത് കളറ്, സ്പേസിങ്, എസ്തെറ്റിക്സ് ഇതെല്ലാം. യൂസേഴ്സിനെയോ പ്രോബ്ലത്തിനെയോ കുറിച്ച് മെൻഷൻ ചെയ്യാതിരിക്കുന്നത്. 2. യാതൊരു സ്ട്രക്ചറും ഇല്ലാതെ ഉത്തരങ്ങൾ വേഗത്തിൽ പറഞ്ഞു തീർക്കുന്നത്. സ്പീഡ് സിഗ്നൽസ് ആങ്സൈറ്റി. 3. ക്ലിയറായി സംസാരിക്കുന്നതിന് പകരം ആളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നത്. അത് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാക്കൂ. 4. ഒരു തീരുമാനം എന്ത് കൊണ്ട് എടുത്തു എന്ന് വിശദീകരിക്കാൻ കഴിയാതെ വരുന്നത്. ഇത് ചിന്താശേഷിയുടെ കുഴപ്പമാണ്. ദാറ്റ് ഈസ് തിങ്കിങ് പ്രോബ്ലം. ചേഞ്ച് ഹൗ യു ഡിസ്ക്രൈബ് യുവർ സെൽഫ്. ആദ്യത്തെ 30 സെക്കൻഡ്സിൽ തന്നെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണ മാറ്റാൻ ഈ റീഫ്രെയിം നോക്കൂ. ഞാൻ ആപ്പുകൾ ഡിസൈൻ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ഞാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ വേർഡ്സ് നിങ്ങളെ ഫ്രെയിം ഡിഫൈൻ ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രെയിം നിങ്ങളുടെ നിലവാരം ഡിഫൈൻ ചെയ്യുന്നു. യു ഡോണ്ട് നീഡ് 10 projects. അവസാനമായിട്ടുള്ളൊരു കാര്യം കൂടി, നിങ്ങൾക്ക് 10 projects ഒന്നും വേണ്ട. ഒരേ ഒരു പ്രൊജക്റ്റ് മാത്രമുള്ളവർക്കും ജോലി ലഭിക്കാറുണ്ട്. അത് ആ പ്രൊജക്റ്റ് ഇംപ്രസീവ് ആയതുകൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഓണർഷിപ്പ് അവർ പൂർണ്ണമായും എടുക്കുന്നത് കൊണ്ടാണ്. അവർക്ക് പ്രോബ്ലത്തിനെ കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ UX ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോൾ കൂടുതൽ വർക്ക് കളക്ട് ചെയ്യാതെ നിലവിലുള്ള വർക്ക് കംപ്ലീറ്റ് ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ പഠിക്കൂ. കാരണം ഇൻ്റർവ്യൂവറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദ തിങ്കിങ് ഈസ് ദ പോർട്ട്ഫോളിയോ. ഒരു UX ഇൻ്റർവ്യൂ റൂമിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അടുത്ത വീഡിയോ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരിക്കും. ഇറ്റ് വിൽ ബി വർത്ത് ബീയിങ് ദെയർ ഫോർ. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ.